അതാണ് ഗൈസ് എൻട്രൻസ്. അപ്പൊ ഡേ 1 എങ്ങനെയുണ്ട് സ്ഥലം? ബോധം പോവും ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കോളേജിൽ നിന്ന് ടൂർ വന്നേക്കുവാണ്. നമ്മൾ കൂർഗ്, ചിക്കമംഗളൂർ, ഡണ്ടേലി. അതിൽ നമ്മൾ കൂർഗിൻ്റെ വിഷ്വൽസ് ആണ് ഈ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വ്ളോഗിൻ്റെ ബിഗിനിങ്ങിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ കൂർഗിലേക്ക് ബാംബു ഫോറസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തുടക്കത്തിലോട്ട് പോയിട്ട് പോയി ഗൈസ്. നമ്മൾ കർണാടകയിൽ എവിടെ ഇറങ്ങി നിൽക്കുകയാണ് ഗൈസ്. Hey guys. Yeah guys. Fog. ആകാശേ വട്ടത്തിൽ പറഞ്ഞ വിട്. വട്ടത്തിൽ പോകുന്നില്ല. തണുപ്പ് കുറവല്ലേ? വിട്. Approximately 1 hour later. ഗായ്സ്, നമ്മളിന്ന് കൂർഗ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുവാണ്. ഗോൾഡൻ ടെമ്പിൾ എത്തി ഗൈസ്. കാണുന്നു. അതാണ് ഗൈസ് എൻട്രൻസ്. അപ്പൊ ഡേ 1 ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിൾ. അതിനകത്ത് കയറാം. അതിനകത്ത് 3 പ്രതിമയുണ്ട്. ഗൈസ്, നമ്മൾ ഗോൾഡൻ ടെമ്പിളിനകത്തോട്ട് കയറുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. എല്ലാവരും വട്ടത്തിൽ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, ഈ 3 പ്രതിമയെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇത് വായിച്ചു നോക്കിയാൽ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി. പക്ഷേ അതിനെപ്പറ്റി 4 വാക്ക്. 4 വാക്കൊന്നുമില്ല. സംഭവം എന്ന് പറയുമ്പോൾ ഗോൾഡൻ ടെമ്പിൾ ഉറക്കെ പറ എന്ന് പറയുമ്പോൾ ഗോൾഡൻ ടെമ്പിൾ ശ്രീബുദ്ധന്റെ സംഭവം. അതെന്ന് പറയുമ്പോൾ ശ്രീബുദ്ധന്റെ 3 ഭാവങ്ങളാണ്. ഒന്ന് രൗദ്രം, ഒന്ന് ശാന്തം, പിന്നെ ഒന്ന് അങ്ങനെ എന്തോ സംഭവം. പിന്നെ ചോദിച്ചിട്ട് എടുത്താലോടാ. ഇത് അവിടെ ഇങ്ങനെ കൊടിയിട്ടേക്കില്ല. ഞാൻ പറഞ്ഞു ഉണക്കായിട്ടേക്കോ. ഞാൻ ആദ്യം വിചാരിച്ചു ഉണക്കായിട്ടേക്കോ. ഇവന്റെ ചോദിച്ചാൽ അമ്മന്റെ ഉണക്കായിട്ടേക്ക് അവൻ തന്നെ ആദ്യമേ പറഞ്ഞു. എന്തോരം മോങ്കികളാ അടിച്ചിറക്കൂ ഇനി. ഓ, എന്നാ കിണ്ണ ഫ്രെയിമാ. Oh my God, ഇതാണ് ഗൈസ് ഈ സ്ഥലം. Oh, what a beautiful place guys. സെൽഫി എടുക്കാം. നമ്മൾ സെൽഫി എടുത്തില്ലേ? എന്തിനാ മോനെ സെൽഫി? അമ്മറിലേക്കിന്ന് സാഹിബിനോടല്ലോ അവന് ഫോട്ടോ എടുക്കേണ്ടത്. ഒരു മിനിയേച്ചർ ആർട്ട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഓ, ഇതല്ലേ നമ്മള് പകരം പറഞ്ഞ സെറ്റാവും. ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ നിന്ന് തെറി വിളിച്ചാലും ആരും നമ്മളൊന്നും ചെയ്യത്തില്ല. എല്ലാവർക്കും നന്മയുടെ പാത. ഉണ്ടോ? എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇത് ഞാനെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് നോക്കാൻ പോവാണ് ഗൈസ്. പക്ഷെ ആരും തൊട്ടുവിടില്ല ഗൈസ്. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ?
ആ പുറത്തിറങ്ങി കഴിഞ്ഞ് എക്സിറ്റുകാർക്ക് സൈലന്റ് ഇല്ലടാ. അവിടുന്ന് ഞാൻ പണ്ട് ഇത് മേടിച്ചു. യോയോ ഇരിക്കുന്നില്ലേ, അത് ഞാൻ അവിടുന്ന് മേടിച്ചാ. ഇങ്ങനെ ആക്കുന്ന സാധനം അത് ഇവിടുന്ന് മേടിച്ചാ. 50 രൂപ, അന്ന് 50 രൂപയായിരുന്നു. വില പേശി സാധനം മേടിക്കാനായിട്ട് അക്ഷയ് മഹാനാസും പൊളിങ്കാസ്. ഞാൻ മൂന്ന് ഇപ്പൊ ബോധം പോകും ഗൈസ്. തിരിച്ചടക്കാനാണ് ഇവിടെ വരെ വന്നേ. ഞങ്ങളെ വന്നിട്ട് താഴെ ഞാൻ അക്കരയ്ക്കാൻ കേട്ടോ, നിങ്ങൾ വാ. യെസ് ബ്രോ, കണ്ട് ഇതിനകത്ത് കേറിയല്ലോ നമുക്ക്. കേറാം. പിന്നെന്താ, പിന്നല്ല കേറാല്ലോ. വാടാ, അത്രേ ഉള്ളൂ. വെറുതെ ഞാൻ ഈ സാധനത്തിൽ പോയാ ഇതെങ്ങനെ റേറ്റ് തോണ്ടറാ ആരണ്ട ഇരിക്കുന്നടാ. ബാംബു ഫോറസ്റ്റിനകത്താണ് കേസ്. ഇവിടെ ഫുള്ള് ബാംബു ആണ് കേസ്. ഇങ്ങോട്ട് പോടാ, ഇടുക ട്രീ ഹൗസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ട്രീ ഹൗസിൽ കയറി നിൽക്കുകയാണ്. യെസ്, കൊള്ളാം കൊള്ളാം. ഗൈസ്, നമ്മൾ വഴിയറിയാത്ത വഴികളിലൂടെ നടന്നു പോവാണ് ഗൈസ്. നമ്മളേതോ പുഴക്കരയിലെത്തി ഗൈസ്. ഗൈസ്, നമ്മളിപ്പോ പേരറിയാത്ത ഏതോ പുഴയുടെ നടുക്ക് നിൽക്കുവാണ് ഗൈസ്. കമ്പിലൊന്നും പിടുത്തം കിട്ടുന്നില്ല. ഇവിടെ നല്ല ഉരുളൻ കല്ലുകളുണ്ട്. ഗൈസ്, നമ്മൾ പാറകളൊക്കെ കടന്ന് പുഴ കടക്കുവാണ് ഗൈസ്. നമ്മൾ വീണ്ടും പാറകളിൽ ചവിട്ടി അപ്പുറത്തോട്ട് പോകുന്നു. അവന്മാർ നടക്കുന്നു. അഹനാസ് ഫോട്ടോ എടുക്കാൻ നിൽക്കുവാണ് ഗൈസ്. അത് കണ്ടോടാ കാട്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ അവിടെ ചോട്ടല്ലേ പറ്റൂ. അത്രേ ഉള്ളൂ. ഈസി മാൻ ഈസി. അവിടെ ചേട്ടാ എങ്ങനെയുണ്ട് സ്ഥലം? നല്ല സൗണ്ട്. മീനുണ്ടോടാ? മീൻ പറഞ്ഞത് എൻ്റെ വ്ളോഗ് കാണാൻ. ഗായ്സ്, ഇവന്മാരെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ കയറിയിരിക്കുവാണ്. ഞാനിപ്പം കൂർഗിൽ ബാംബു ഫോറസ്റ്റിൽ ഒരു പുഴയുടെ നടുക്കിരിക്കുവാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നല്ല രസമുണ്ട് ഗൈസ്, നല്ല പുഴ, നല്ല തണുത്ത ഉള്ളൂ. നമ്മൾ ഈ കരയിൽ കയറുവാണെങ്കിൽ അമ്മമാർ ഇനി ഇറങ്ങാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇറങ്ങുന്നില്ല, എനിക്ക് ഇനി നനയാൻ പറ്റില്ല. അതിനകത്തൊക്കെ പാമ്പ് കാണുമായിരിക്കും, ചെതൽപ്പുറ്റത്. അങ്ങനെ കൂർഗിലെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവാണ് ഗൈസ്. ഈ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോകും. പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ കൊടുക്കുക.
നിങ്ങൾ അടിയിട്. ഓ സീ ഏതാ